ഹലോ, ഇന്നൊരു കടലക്കറി റെസിപ്പിയാണ്. തേങ്ങ വറുത്തരയ്ക്കാതെ അതിന് തലേന്നേ കഴുകി കുതിരാനിട്ടിരുന്ന കടലയെ വെള്ളത്തോടു കൂടി നമ്മൾ വേഗം വെക്കുന്നുണ്ട്. ഉപ്പും ഇട്ട് വേഗം വെക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ 6 വിസിൽ, ലോ ഫ്ലെയിമിൽ 6 വിസിൽ. കറുത്ത കടലയായതുകൊണ്ടാണ് ഇത്രയും വേവ്. വെന്ത കടലയിൽ ഒരു തവി കടല എടുത്ത് നമ്മൾ അരയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അത് അരച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ട് നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ വഴട്ടിയെടുക്കാൻ വേണ്ടിയാണ്. ഒരു സവാള, കുറച്ച് കൊച്ചുള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കരിയാപ്പിലേക്കൊന്ന് വഴട്ടിയെടുക്കണം. കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ആദ്യം നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇടുന്നുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി ആ സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതാണ് എളുപ്പത്തിൽ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി. തേങ്ങ വറുത്തൊന്നും അരയ്ക്കേണ്ട, നല്ല കുറുകിയ കടലക്കറി ഈ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചോറിനായാലും ചപ്പാത്തി, അപ്പം, ഇഡലി എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഉപയോഗിക്കാം. അത് മൂത്ത് വരുമ്പോഴത്തേന് അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി പച്ചമണം മാറുമ്പം നമുക്ക് കടലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതുപോലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടലയും ഉപ്പും പിന്നെ ഒന്നുകൂടെ ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് തിളയ്ക്കാൻ വെക്കാം. കടലക്കറി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കുറുകി വരുമ്പോഴത്തേനും നമ്മുടെ കടലക്കറി റെഡിയാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതൊക്കെ ഞാൻ വീട്ടിൽ രാവിലെ ഉണ്ടാക്കുന്ന കറികളൊക്കെയാണ്. അപ്പോൾ അത് തന്നെ ഞാൻ റെസിപ്പിയായിട്ട് കാണിക്കുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ.